ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചട്ടിങ്കലം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ്. ഇതുവരെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മളുടെ മുരിങ്ങയിലയും അതുപോലെ തന്നെ ഒരു വലിയ കറ്റാർ വാഴയാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയ്യേണ്ടത് ഒന്നുമല്ല, ഇതിൽ ഞാൻ എടുത്തത് ഇതാ, ഇത്രയും മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു തണ്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു കറ്റാർ വാഴയുടെ ജെല്ല് മാത്രമായിട്ട് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല, മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുത്തോട്ടെ എന്ന് വെച്ചാൽ ഒരു 1-1.5 സ്പൂണ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെല്ല് അടിഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അടിച്ചെടുത്തത്. കാരണം ഇതെനിക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പാകത്തിലേക്ക് അപ്ലൈ ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുടിയിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് മുടി നല്ല സ്മൂത്തായിട്ടിരിക്കും. ഈ എണ്ണമയം പോകുന്നതുകൊണ്ട് മുടി ചകിരിനാര് പോലും നല്ല ഉണ്ടാവുക, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും മുടി. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ഗുണങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. മുരിങ്ങയിലയുടേതാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ഗുണങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് മിക്സിയിൽ അടിച്ചെടുത്താലുള്ള അതിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കാരണം സ്പ്രേ ബോട്ടിലായതുകൊണ്ട് തന്നെ അത് സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രമാണ് ഊറ്റിയെടുത്തത് കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ ഇതാണ് ഞാൻ മിക്സിയിലിട്ട് അരിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതാ നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇനി നമുക്ക് ഈസി ആയിട്ടാണ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.